2025 മെയ് 4 നീറ്റ് എൻട്രൻസ് എക്സാം ആദ്യമായി എഴുതിയവരുണ്ട്, റിപ്പീറ്റ് ചെയ്തവരുണ്ട്, റിപ്പീറ്റ് ചെയ്തവരും സൂപ്പർ റിപ്പീറ്റ് ചെയ്തവരുമുണ്ട്. അപ്പോൾ ഈ നീറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എയിം എന്ന് പറയുന്നത് MBBS അല്ലെങ്കിൽ BDS ആണ്. ഇതാണ് നമ്മുടെ പ്ലാൻ എ. പക്ഷേ ഇത്തവണത്തെ നീറ്റ് എൻട്രൻസ് എക്സാം പൊതുവെ ഡിഫിക്കൽട്ട് ആയിരുന്നു. റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കോറൊക്കെ നമ്മൾ അനലൈസ് ചെയ്തു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സ്കോറിനേക്കാളും ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ ഡോക്ടർ ആവണം എന്നുള്ളൊരു സ്വപ്നം വളരെ തീവ്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. അല്ലാത്തവർ നീറ്റ് സ്കോർ ഉപയോഗിച്ച് മറ്റ് കോഴ്സുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് കോഴ്സാണ് ആയുഷ് കോഴ്സസ്. എന്താണ് ആയുഷ് കോഴ്സസ്? ആയുഷ് കോഴ്സസുകളിൽ മെയിനായിട്ടും 5 കോഴ്സുകളാണ് വരുന്നത്. ഈ 5 കോഴ്സസുകൾ BAMS, BNYS, BUMS, BSMS, BHMS. ഇതെല്ലാം ഷോർട്ട് ഫോമുകളാണ്. എന്തൊക്കെയാണ് ഈ 5 കോഴ്സസുകൾ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ BAMS. BAMS എന്ന് പറയുന്നത് ആയുർവേദിക് മെഡിസിൻ ആണ്. നമ്മുടെ കേരളത്തിൽ മെയിനായിട്ടും 5 ഗവൺമെൻറ് കോളേജസുകളും 12 പ്രൈവറ്റ് കോളേജസുകളുമാണ് ആയുർവേദിക് മെഡിസിൻ ഓഫർ ചെയ്യുന്നത്. അടുത്ത കോഴ്സ് BHMS ഹോമിയോപ്പതി ആണ്. BNYS എന്ന് പറയുന്നത് നാച്ചുറോപ്പതി ആൻഡ് യോഗയാണ്. BUMSഉം BHMSഉം യുനാനിയും സിദ്ധ മെഡിസിനുമാണ്. ഈ ഒരു കോഴ്സസുകളിലേക്ക്, ആയുഷ് കോഴ്സസുകളിലേക്ക് അഡ്മിഷൻ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? നീറ്റ് എൻട്രൻസ് വഴിയാണ് ആയുഷ് കോഴ്സസുകളിലേക്കുള്ള അഡ്മിഷൻ. നമ്മളെല്ലാവരും കീം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കീം 2025 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജാണ് കിട്ടുന്നത്. ആ പേജിൽ ഫസ്റ്റ് വൺ തന്നെ നമ്മുടെ കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് ഇതുപോലെ ഒരു പേജിലേക്കാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്നത് കീം 2024ൻ്റെ ഒരു സൈറ്റിലേക്കാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് എത്തുന്നത്. അവിടെയും ലെഫ്റ്റ് സൈഡിൽ കുറേ അധികം കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രോസ്പെക്ടസ്, നോട്ടിഫിക്കേഷൻ, ഗവൺമെൻറ് ഓർഡേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് റാങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് ഇതുപോലെ ഒരു പേജിലേക്കാണ്. അവിടെ റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. ആയുഷ് കോഴ്സസുകളെ പറ്റി മാത്രമല്ല, MBBS, BDS, അതിൻ്റെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് അലോട്ട്മെൻറ്റുകളുടെ റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ ആയുഷ് കോഴ്സസുകൾ നോക്കുന്നത് കാരണം ആയുഷ് കോഴ്സിൻ്റെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലെ ഒരു PDF അവൈലബിൾ ആവും. ഈ PDF മെഡിക്കൽ അലൈഡ് കോഴ്സസുകളെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കോളേജസുകളാണ് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട്. കൂടാതെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു PDF നോക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു പേജിൽ, തൊട്ട് പുറകിലുള്ള ഈ ഒരു പേജിൽ ബാക്കി എല്ലാ കോഴ്സസുകളുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തൊക്കെയായിരുന്നാലും തീരുമാനം നിങ്ങളുടേതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ആ കോഴ്സ് പഠിക്കണോ അതോ നമുക്ക് കിട്ടുന്ന കോഴ്സ് പഠിക്കണോ എന്നുള്ള തീരുമാനം നിങ്ങളുടെയാണ്. തീരുമാനം എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.